ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കൊരു പുതിയ അതിഥിയെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നീല വയലറ്റ് കളറൊക്കെ ആയിട്ട് ഒരു ചെറിയ റൗണ്ടോട് കൂടിയിട്ട് നമുക്ക് പുതിയൊരു അതിഥിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട്, എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഇത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ടച്ച് ചെയ്യാനോ അതൊന്ന് തുറന്ന് എന്താണെന്ന് നോക്കാനോ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഇനി എന്തെങ്കിലും വൈറസാണോ അതോ മറ്റെന്തെങ്കിലും ലിങ്കിലേക്ക് പോയിട്ട് എൻ്റെ പ്രൊഫൈലിനെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ട് അതിനെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നവർ വരെയുണ്ട്. പക്ഷേ എത്ര തട്ടി മാറ്റിയിട്ടും ഇത് പോകുന്നില്ല, ഇത് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അറിവ് നേടണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിൽ ചെല്ലും. എന്നിട്ട് ഗൂഗിളിൽ അവിടെ അത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കും. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ കുറേ വെബ്സൈറ്റുകളൊക്കെ താഴത്തേക്ക് വരും. അതിലേതാണോ വേണ്ടത് നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് ഉപയോഗിച്ച് പോരുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾക്കത് കുറച്ചുകൂടി എളുപ്പമാക്കി തരാൻ വേണ്ടി, അതായത് വളരെ സെക്കൻഡ് ബൈ സെക്കൻഡിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി, നമുക്ക് അറിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവരൊരുക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ചെറിയ വെർഷൻ മാത്രമാണ് നമ്മൾ ആ റൗണ്ടിൽ കാണുന്നത്. നമ്മളതിൽ ടച്ച് ചെയ്താൽ സംഭവിക്കുന്നത്, അത് വാട്സപ്പിലേക്ക് നമ്മളുടെ പ്രൊഫൈലുകൾ പോകുന്ന ആ ലിസ്റ്റിലേക്ക് തന്നെ അത് പോവുകയും അതവിടെ ഓപ്പൺ ആവുകയും ചെയ്യും. സാധാരണ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾക്കതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, നമ്മൾക്കറിയേണ്ട ഏത് കാര്യമാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് അത് ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കകം അതിൻ്റെ ഇൻഫർമേഷൻസ് തരും. നമ്മൾക്ക് പോകേണ്ട സൈറ്റ് ഏതാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവരത് നമ്മൾക്ക് എത്തിച്ചു തരും. അങ്ങനെ എന്തും നമുക്ക് അറിയേണ്ട എന്ത് കാര്യങ്ങളും, സ്പോർട്സ് ആയാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും ഇനി സിനിമയുടെ കാര്യമായാലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ പറ്റിയാണെങ്കിലും അധികാരികളുടെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും അതിൻ്റെ ലക്ഷണങ്ങളായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മൾക്ക് ഇതുവഴി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എയുടെ ഒരു വേർഷൻ മാത്രമാണത് എന്ന് പറയാൻ വന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.